വിളിച്ചിരുന്നു. അവന് ഭ്രാന്താണല്ലോ. കിടിലം ഫിറോസ്, പൊളി ഫിറോസിനെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. അയ്യോ, എനിക്ക് വെറുപ്പായിരുന്നു, എനിക്ക് അറപ്പായിരുന്നു, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഏറ്റവും തക്കിട തരികിടയായിട്ടുള്ള ഒരാളാണ് ബിഗ് ബോസ് വിന്നറായിട്ട് മാറാനുള്ള സകല യോഗ്യതയുള്ള പ്രവചന സിംഹം എന്നൊരു പേരെടുത്ത് എനിക്ക് കിട്ടും. പിന്നെ ഇത് മറ്റേ കൂട്ടത്തിലെ നന്മമരത്തിനെ കണ്ടെത്താനുള്ള ഷോ ഒന്നുമല്ല. ഒരു 19-20 പേര് മത്സരിക്കുന്നു. ആ കൂട്ടത്തിലെ ഏറ്റവും തക്കിട തരികിടയായിട്ടുള്ള ഒരാളാണ് ബിഗ് ബോസ് വിന്നറായിട്ട് മാറാനുള്ള സകല യോഗ്യതയുള്ളത്. സ്വാഭാവികമായിട്ടല്ലേ ചേട്ടാ? പക്ഷെ പ്രേക്ഷകർക്ക് പല വിധത്തിലുള്ള സംശയമുണ്ട്. അതായത് ഇതൊരു സ്ക്രിപ്റ്റ് ആണോ, ഇനിയിപ്പോ 24 hours into 7 ലൈവ് കാണിക്കുന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് ആണോ, സീക്രട്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് അകത്തുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ, മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ടോ, പുറത്തുള്ള വിവരങ്ങൾ ഇവർ അറിയുന്നുണ്ടോ? ചെന്ന് കയറുമ്പോൾ സ്ക്രിപ്റ്റ് ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ അതിനകത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരൊരു റിട്ടേൺ സ്ക്രിപ്റ്റ് ഒന്നും നമുക്ക് തരത്തില്ല. പക്ഷെ നമുക്കറിയാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ കളിക്കേണ്ടത്, ഈ രീതിയിലാണ് പോകുന്നത്. നമ്മുടെ ഓപ്പോസിഷൻ നിൽക്കുന്ന ആൾക്കാർ ഈ രീതിയിലൊക്കെ നമുക്കിട്ട് പണിഞ്ഞോണ്ടിരിപ്പുണ്ട്. അപ്പൊ നമ്മൾ പണിയുന്നത് ഈ ടൈപ്പൊക്കെ നമ്മൾ പണിയണമെന്നൊക്കെ ഉള്ള ഒരു ഗൈഡൻസ് എന്നോ അല്ലെങ്കിൽ നമുക്കൊരു കോഡിംഗ് എന്നോ അത് പറയുന്ന സംഗതി സംഭവിക്കും. ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലത് പേപ്പറിൽ എഴുതി വരുന്നതാണെന്നുള്ളതാണ് പ്രശ്നം. അല്ല, നമ്മൾ മനസ്സിലാതല്ലേ ഈ കോഡിംഗ് തന്നെയാണ് നമ്മൾ അതൊക്കെ സംഭവിക്കും. ഞാൻ പറയട്ടെ, ബുദ്ധിയും വിവരമുള്ള ഒരു മനുഷ്യൻ, ഒരു കണ്ടസ്റ്റന്റിന് ലാലേട്ടം വൈകുന്നേരങ്ങളിൽ സാറ്റർഡേ സൺഡേ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പുറത്തെന്തൊക്കെയാണ് സിനാരിയോ, പുറത്താരാണ് വില്ലൻ, പുറത്താരാണ് നായകൻ, ആരൊക്കെ തമ്മിലാണ് പ്രണയം വർക്കൗട്ട് ആകുന്നതൊക്കെ ലാലേട്ടം വന്നിരുന്ന് വീക്കെൻഡിൽ പറയുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന പോലെ അതിനകത്തിരിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് ഇച്ചിരി വിവരമുള്ളവർ എന്ത് ചെയ്യും, പതിയെ സ്ട്രാറ്റജി മാറ്റും. അതിനനുസരിച്ച് അവർ കയറി വരും. ചിലര് പറഞ്ഞ പോലെ അത് മനസ്സിലാക്കപ്പെടാതെ പോകും, അവര് എളുപ്പത്തിൽ പുറത്താകും. ഈ അടുത്ത ആഴ്ച ആര് പുറത്താകാനിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവുമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഞാനത് ഒബ്സർവ് ചെയ്ത് പറഞ്ഞതിനൊക്കെ പ്രവചന സിംഹം എന്നൊരു പേരെടുത്ത് എനിക്ക് കിട്ടും. പക്ഷെ രസമാണ് ആ മത്സരം നടക്കുന്ന കാലഘട്ടം, അതിലെ പ്രേക്ഷകരുടെ ഫൈറ്റ്. ഈ അടുത്തിടയ്ക്കൊക്കെ എനിക്ക് വരുന്ന മെസ്സേജുകൾ കൂടുതൽ പിണ്ടേ നിങ്ങൾ പണ്ട് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്തുണ്ടല്ലോ, അയ്യോ എനിക്ക് വെറുപ്പായിരുന്നു, എനിക്ക് അറപ്പായിരുന്നു, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു നിങ്ങളെ. പക്ഷെ ഇപ്പൊ വീണ്ടും പഴയ ഇഷ്ടമുണ്ട് എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. ഇത് ആ സമയത്ത് നമുക്ക് ആ സിനാരിയോയിൽ നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടുന്നത് പോലെ ആവണമെന്നില്ല. ഇന്നലെയും കൂടെ വിളിച്ചിരുന്നു. അവന് ഭ്രാന്താണല്ലോ. അവൻ എന്ത് ചെയ്തു? ഇനിയിപ്പോ ഇവരെന്തെന്നറിയാമോ? കിടിലം ഫിറോസ്, പൊളി ഫിറോസിനെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. എന്റെ പൊന്നളിയ ആ ഭ്രാന്തല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് അവന്റെ ഭ്രാന്തം എന്ന് പറയുന്ന സംഘാടനമാണ്. അവർ ഈ ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസിനെയും കൂടെ ഒരുമിച്ച് കൂട്ടി ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അവര് ഭയങ്കര മത്സരമൊക്കെയാണ്, ഭയങ്കര ഈവന്റ്സ് ഒക്കെയാണ്. അപ്പൊ അതിന് 2 ദിവസം മുമ്പും വിളിച്ചിട്ട് എറണാകുളത്തൊരു പരിപാടി ഉണ്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പോയാണ് ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്. നമ്മുടെ സന്തോഷം എന്ന് അറിയാമോ, ക്യാപ്ഷൻ ഇതിനിപ്പോ നമ്മൾ കഷ്ടപ്പെടണ്ട, എല്ലാം തന്നിട്ടുണ്ട്. ആദ്യത്തെ 35 ദിവസങ്ങളാണ് നിങ്ങളുടെ കളിയുടെ കഥാഗതിയെ നിയന്ത്രിക്കുന്നത്. ഈ 35 ദിവസങ്ങളിൽ നിങ്ങൾ നോക്കി കളിച്ചാൽ പിന്നെ എന്നെ പോലെ റെസ്റ്റ് ചെയ്ത് 96 ദിവസം അപ്പൊ നിങ്ങൾ ഈ 35 ദിവസം നിങ്ങൾ എന്ത് കളിച്ചു? അല്ല, നമ്മൾ നമ്മുടെ കൂടെ മത്സരിക്കുന്നവരെ ഒബ്സർവ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് പിന്നെ അവരുടെ ബലഹീനതകളെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ആക്രമിക്കേണ്ടി വന്നാൽ ആക്രമിക്കാം.